നിനക്ക് തലമറയ്ക്കാൻ മടിയല്ലേ, വയറ് മറയ്ക്കാൻ മടിയല്ലേ? പടച്ചവനെ എല്ലാം തുറന്നു വിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ്, ഒരു മുടി താഴെ കാണരുത്. ഒരു മുടിയുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു തലമുടിയുണ്ടല്ലോ, അല്ലാഹുവേ, ഒരന്യ പുരുഷൻ കണ്ടാ തലമറയ്ക്കാത്ത ഉമ്മ, മുടിയൊക്കെ നരച്ചുപോയി രോഗങ്ങളുടെ അടിമയാട് മരണത്തിലേക്ക് അടുത്തിരിക്കുന്ന ഉമ്മ, ഈ സമയത്തും നിനക്ക് തലമറയ്ക്കാൻ മടിയല്ലേ? സുഖിച്ച് നടന്നോടി പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ, തലയിൽ തുണിയിടാതെ ഇട്ടിരിക്കുന്ന തുണിയെടുത്ത് താടകിട്ടിട്ട് മുടിയെങ്ങനെ പല പല മോഡലുകളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അല്ലാഹു നിന്റെ തലയിൽ ഒരു തൊപ്പി വെച്ച് തരുമടി പൊന്നുമോള്. നരകത്തിന്റെ തീയുടെ തൊപ്പിയുണ്ടല്ലോ, ഉരുകുപടി നിന്റെ തലച്ചോറും നിന്റെ തലയോട്ടിയും പടച്ചവനെ ആ തൊപ്പി തലയിലേക്ക് വെക്കുമ്പോ അവിടെ നിന്ന് ഉരുകിയിറങ്ങും പെങ്ങള്. അതുകൊണ്ട് മറന്നു പോകരുത്. നിങ്ങളിൽ പ്രത്യക്ഷമായ മുഖവും മുൻകൈയും ഒഴികെയുള്ള സൗന്ദര്യമൊന്നും ആരുടെ മുന്നിലും നിങ്ങൾ തുറന്നു വെക്കരുത്. നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ മാർവിടം, നിങ്ങളുടെ അരക്കെട്ടുകള്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സൗന്ദര്യം ഒന്നും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രമണിയരുത്. നിങ്ങളുടെ മുഖമക്കനുകൾ നിങ്ങളുടെ മാർവിടങ്ങൾക്ക് താഴെ താഴ്ത്തിയിടണം. എന്നിട്ട് ആർക്കൊക്കെ മുന്നിലാണ് ഇത് കണ്ടാലും കുഴപ്പമില്ലാത്തതെന്ന് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ മക്കൾ പോയിട്ട് സൂറത്ത് നൂറിന്റെ 31-ാമത്തെ ആയത്തും അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണം ഒന്ന് വായിക്കണം കേട്ടോ. അതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വേഷവിധാനം. അല്ലാതെ റസൂല് പറഞ്ഞു ഇപ്രകാരം വേഷം ധരിക്കാതെ പുരുഷന്മാർ കാണുമ്പോ ആകർഷണം തോന്നുന്ന രൂപത്തില് മുടി ഇങ്ങനെ കുടുംബ പോലെ കെട്ടിവെച്ചിട്ട്, അല്ലെ, ഒട്ടകത്തിന്റെ പൂജ പോലെ എന്നാ അല്ലാതെ റസൂല് പറഞ്ഞത്. ഇന്നിങ്ങനെ ചില മുഖമക്കനകൾ അണിഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഉള്ളിൽ വല്ല ചട്ടിയും വെച്ചിട്ടുണ്ടോ, വല്ല കലവും കമഴ്ത്തി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്രകാരം മുടി കെട്ടിവെച്ച പെൺമക്കള് ചാഞ്ഞും ചരിഞ്ഞും മൈഹീലുള്ള ചെരുപ്പൊക്കെട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ, അല്ലെ? അത്തരം കുട്ടികള്, അത്തരം സ്ത്രീകള് അവരുണ്ടല്ലോ, അവര് ലയദുഖുൽ ജന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല സ്വർഗ്ഗത്തിന്റെ വാസന പോലും ലഭിക്കില്ല.